കൊടിഞ്ഞി അല്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദനയെ പറ്റി കൂടുതൽ അറിയാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്തവരായി ആരും ഉണ്ടാകില്ല. ഇത് ഓരോരുത്തരിലും ഓരോതരം ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. തലവേദന രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് പ്രൈമറി ഹെഡേക്ക്, അതായത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഉദാഹരണത്തിന് മൈഗ്രെയിൻ, ടെൻഷൻ ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക് തുടങ്ങിയവ. 90% തലവേദനയും ഈ തരത്തിൽപ്പെടുന്നു. രണ്ടാമത്തേത് സെക്കൻഡറി ഹെഡേക്ക്. ഇവിടെ തലവേദന ഉണ്ടാകാൻ മറ്റ് കാരണങ്ങൾ ഉണ്ടാവും. മൈഗ്രെയിൻ അല്ലെങ്കിൽ കൊടിഞ്ഞി എന്നറിയപ്പെടുന്ന തലവേദനയുടെ ലക്ഷണങ്ങൾ തലയുടെ ഒരു വശത്തോ രണ്ട് വശത്തോ കണ്ണിന്റെ ചുറ്റുമായി ആരംഭിക്കുന്ന തലവേദനയാണ്. പിന്നീട് അത് തലയിൽ മുഴുവനായി വ്യാപിക്കും. തലവേദനയോടുകൂടി ഓക്കാനവും ഛർദിയും അനുഭവപ്പെടുന്നു. ശബ്ദത്തിനോടും വെളിച്ചത്തിനോടും വെറുപ്പുണ്ടാക്കുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തലവേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നു. കഴുത്തിലെ പേശികളിൽ വേദനയും വഴക്കമില്ലായ്മയും അനുഭവപ്പെടുന്നു. രണ്ട് തരം മൈഗ്രെയിൻ ഉണ്ട്: മൈഗ്രെയിൻ വിത്ത് ഓറ ആൻഡ് മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ. വിഷ്വൽ ഓറ താൽക്കാലികമായി ചില അടയാളങ്ങൾ ദൃശ്യമാകും. കറുത്ത പാടുകൾ, നിറമുള്ള പാടുകൾ, മിന്നൽ, വെളിച്ചം, വരകൾ എന്നിവ കണ്ണിന് മുന്നിൽ കാണും. സെൻസറി ഓറ: കൈകാലുകൾക്കും മുഖത്തിനും മരവിപ്പ് അനുഭവപ്പെടുക, സ്പർശനശേഷി കുറവ് തോന്നുക. മോട്ടോർ ഓറ: തലവേദനയ്ക്ക് മുൻപായി കൈകാലുകൾ ഭാരം വർദ്ധിക്കുന്നതായി തോന്നുക, തളർച്ച അനുഭവപ്പെടുക. വെസ്റ്റിബുലാർ ഓറ: തലചുറ്റൽ, നടക്കാൻ ബാലൻസ് കിട്ടാതാവുക, ചെവിയിൽ മൂളൽ കേൾക്കുക തുടങ്ങിയവ. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഓറ: ഛർദി, വയറുവേദന, വയറ്റിൽ ഉരുണ്ടുകയറ്റം, ഗ്യാസ് ട്രബിൾ, വയറിളക്കം, കൂടുതൽ തവണ മൂത്രമൊഴിക്കുക. മൈഗ്രെയിൻ ലക്ഷണങ്ങൾ മുഖത്തും ഉണ്ടാകാം. ഇത് സൈനസൈറ്റിസ് ആണെന്ന് കരുതി ആന്റിബയോട്ടിക്സ്, വേദന സംഹാരികളും കഴിക്കുന്നു. മൈഗ്രെയിൻ വർദ്ധിപ്പിക്കും.